മാടവന സ്വദേശി അഭിലാഷാണ് മരിച്ചത്. കൊമ്പൻ മാവേലിക്കര ഗണപതി ചെരിഞ്ഞു. എരണ്ടക്കെട്ടിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ആന ചെരിഞ്ഞത് ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്ന കൊമ്പൻ. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. ഔപചാരിക ഉദ്ഘാടനം നാളെ. വാർത്തകളിലേക്ക് വിശദമായി. വിയ്യൂർ സെൻട്രൽ ജയിലിലെ മർദ്ദന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നിരാഹാരം നടത്തിവന്ന 2 മാവോയിസ്റ്റ് തടവുകാരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലും ഇവർ നിരാഹാരം തുടരുകയാണ്. സന്തോഷ്, വിവേക് എന്നീ തടവുകാരാണ് നിരാഹാര സമരം നടത്തുന്നത്. NIA കേസിലെ പ്രതികളായ PM മനോജ്, അസറുദ്ദീൻ എന്നിവരെ ജയിൽ ഉദ്യോഗസ്ഥർ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്ന പരാതി കഴിഞ്ഞ 13-നായിരുന്നു സംഭവമുണ്ടായത്. സെല്ലിൽ കയറ്റുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് മർദ്ദനമുണ്ടായത്. പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനാവശ്യപ്പെട്ട് DGPക്ക് പരാതി ലഭിച്ചു. ജയിൽ വാർഡനായ അഭിനവ്, ജോയിന്റ് സൂപ്രണ്ട് ശ്രീജിത്ത്, ഡെപ്യൂട്ടി സൂപ്രണ്ട് കിരൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നാണ് പരാതിയിൽ പറയുന്നത്. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശമുയരുന്നു. കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 3 മുന്നണികൾക്കും വെല്ലുവിളിയായി പലയിടങ്ങളിലും വിമതർ രംഗത്തുണ്ട്. ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നേതൃതലത്തിൽ നടക്കുന്നു. UDFിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിട്ടില്ല. LDFിൽ CPM CPI തർക്കം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. NDA മുന്നണിയിൽ BJPയിൽ അസ്വാരസ്യങ്ങൾ കോർപ്പറേഷനിലടക്കം പ്രതിഫലിക്കുന്നുണ്ട്. ബസ്സിനടിയിൽപ്പെട്ട് വരന്തരപ്പള്ളി സ്വദേശിയായ ബസ് ജീവനക്കാരൻ മരിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശി മരോട്ടിക്കൽ ലോനപ്പന്റെ മകൻ 46 വയസ്സുള്ള മനോജാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപത്തായിരുന്നു അപകടം. തൃശൂർ കോടാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ദാസ് ബ്രദേഴ്സ് ബസ്സിലെ ജീവനക്കാരനാണ് മനോജ്. സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടാൻ നേരത്ത് ബസിന്റെ ബ്രേക്ക് ഷൂവിന്റെ സ്പ്രിംഗ് മാറ്റാൻ ബസ്സിനടിയിൽ കിടക്കുന്നതിനിടെ ബസിന്റെ ചക്രം മനോജിന്റെ ദേഹത്തിടിക്കുകയായിരുന്നു. സ്പെയർ പാർട്സ് കടയിൽ നിന്ന് സ്പ്രിംഗ് വാങ്ങി മനോജ് ബസ്സിനടിയിൽ കിടന്ന് മാറ്റുന്നത് ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല. വടക്കേച്ചിറയ്ക്ക് സമീപം ഇറക്കത്ത് നിർത്തിയിട്ട ബസ് പോലീസ് വരുന്നത് കണ്ട് പെട്ടെന്ന് മുന്നോട്ടെടുക്കുന്നതിനിടെയാണ് അപകടം. പരിക്കേറ്റ മനോജിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. മാടവന കരിമാത്ത് സുധാകരന്റെ മകൻ 40 വയസ്സുള്ള അഭിലാഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം എറിയാട് ആറാട്ടുവഴിയിലായിരുന്നു സംഭവം. തെരുവുനായ ബൈക്കിന് കുറുകെ ചാടിയാണ് അപകടമുണ്ടായതെന്നാണ് സൂചന. മണ്ണുത്തി നെല്ലങ്കരയിൽ ടിപ്പർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ കൂട്ടാല സ്വദേശി പടിഞ്ഞാപ്പുറത്ത് കുര്യന്റെ മകൻ 38 വയസ്സുള്ള പ്രിൻസാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊമ്പൻ മാവേലിക്കര ഗണപതി ചെരിഞ്ഞു. പഴഞ്ഞി പെങ്ങാമുക്ക് പെരുന്നാളിന് ശേഷം തെക്കുമുറി പറമ്പിൽ കൊമ്പനെ തളച്ചിരുന്നു. എരണ്ടക്കെട്ടിനെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെരിഞ്ഞത്. ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്നു കൊമ്പൻ മാവേലിക്കര ഗണപതി. വിവരമറിഞ്ഞ് നിരവധി ആനപ്രേമികളാണ് സംഭവസ്ഥലത്തേക്ക് എത്തിയത്. മാള വൈന്തലയിൽ മുളകുപൊടി എറിഞ്ഞ് അങ്കണവാടി അധ്യാപികയുടെ മാല പൊട്ടിച്ച കേസിൽ യുവതി ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അധ്യാപികയുടെ പരിചയക്കാരിയായ അഞ്ജനിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തുക്കളുമാണ് പിടിയിലായത്. പിടിയിലായവരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്തയാളാണ്. വെണ്ണൂർ പ്രതിഭാ സെന്റർ സ്വദേശി നെല്ലിശ്ശേരി വീട്ടിൽ മോളി ജോർജിന്റെ 3 പവന്റെ മാലയാണ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചത്. പിടിയിലായ യുവതിയുടെ മകൻ പഠിക്കുന്ന അങ്കണവാടിയിലെ അധ്യാപികയാണ് മോളി. അടിച്ചുപൊളി ജീവിതത്തിനായാണ് 3 പേരും ചേർന്ന് മാല മോഷണം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. പോലീസിൽ പരാതി നൽകാൻ മോളിക്കൊപ്പമെത്തിയ അഞ്ജനയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കവർച്ചയുടെ ചുരുളഴിഞ്ഞത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. അറബനമുട്ട്, ദഫ്മുട്ട്, കുച്ചിപ്പുടി, മൂകാഭിനയം തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ രാവിലെ 9:30 ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ നിർവഹിക്കും. 22 വേദികളിലായി നടക്കുന്ന കലാമേളയിൽ 8000-ലേറെ കലാപ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ചേരുന്നു. അഭിജിത്ത്, കലയെയും കലാകാരന്മാരെയും എന്നും സ്നേഹിക്കുന്ന നാടാണ് ഇരിങ്ങാലക്കുട. എങ്ങനെയാണ് ഇരിങ്ങാലക്കുടക്കാർ കലാമേളയെ ഏറ്റെടുത്തിരിക്കുന്നത്? വേദികളിലെ പ്രാതിനിധ്യം എങ്ങനെയുണ്ട്? മത്സരങ്ങളെല്ലാം സമയക്രമം പാലിച്ച് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? Mahisha
കലോത്സവമാണ് അതിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് സംസ്ഥാന കലോത്സവം. അതിന് മുന്നോടിയായിട്ടുള്ള തൃശ്ശൂർ റവന്യൂ ജില്ലാ കലോത്സവവും വേദിയിലെല്ലാം തന്നെ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ ആയിരുന്നു മത്സരങ്ങൾ ക്രമീകരിച്ചിരുന്നത്, 9:30 മുതലായിരുന്നു ക്രമീകരിച്ചിരുന്നെങ്കിലും ഇന്ന് നമുക്കറിയാം തുടക്ക ദിവസമാണ്. സംഘാടകരുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായെങ്കിലും വിവിധ സ്കൂളുകളിൽ നിന്നും മറ്റുമുള്ള മത്സരാർത്ഥികൾ എത്തി തങ്ങളുടെ വേദികളൊക്കെ കണ്ടെത്തി അവിടെ മത്സരക്രമങ്ങളൊക്കെ ഒന്ന് നിശ്ചയിച്ച് രജിസ്ട്രേഷനുകളൊക്കെ നടക്കുന്ന ഒരു കാലതാമസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ കൃത്യസമയത്ത് തുടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പല വേദികളിലും തുടങ്ങിയ മത്സരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും ഒക്കെ പൂർത്തിയായി എന്ന് വേണം കരുതാൻ. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ പദ്യം ചൊല്ലലായിരുന്നു, മലയാളം പദ്യം ചൊല്ലലായിരുന്നു ആദ്യ ഇനമായിട്ടുള്ളത്. UP അതുപോലെ ഹൈസ്കൂൾ വിഭാഗം തന്നെ ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഹയർ സെക്കൻഡറി വിഭാഗം പദ്യം ചൊല്ലൽ മാത്രമാണ് ഇനിയും ഇവിടെ ഈ വേദിയിൽ അവശേഷിക്കുന്നുള്ളത്. ഒപ്പം തന്നെ എനിക്ക് നിശ്ചയിച്ചിരുന്നത് അതുപോലെ തന്നെ സെൻറ് മേരീസ് ചർച്ച് വേദിയും ഒപ്പം തന്നെ സെൻറ് മേരീസിലെ സ്കൂൾ UP സ്കൂൾ വേദിയുമായിരുന്നു. അവിടെ അറബനമുട്ടും ദഫ്മുട്ടും ഒപ്പം തന്നെ തമിഴ് പദ്യം ചൊല്ലലുമായിരുന്നു. ആ വേദികളിലെ തമിഴ് പദ്യം ചൊല്ലൽ UP അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗം മത്സരങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ മിക്ക വേദികളും ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അറബനമുട്ടും ഇതേ സമാനമായി തന്നെയായിരുന്നു. രാവിലത്തെ ആ ഒരു ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം മത്സരങ്ങളൊക്കെ ആരംഭിച്ചു. ഏകദേശം 10:30ക്കാണ് ഹയർ സെക്കൻഡറി വിഭാഗം അറബനമുട്ട് മത്സരങ്ങൾ പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ അറബനമുട്ട് ഹൈസ്കൂൾ വിഭാഗം മത്സരങ്ങൾ പൂർത്തിയായി ഹയർ സെക്കൻഡറിയിലേക്ക് പ്രവേശിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷമാകും അതേ വേദിയിൽ തന്നെ ദഫ്മുട്ട് അരങ്ങേറുക. എന്തായാലും ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി മിക്ക വേദികളിലും പിരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇടവേളയാണ് ഇപ്പോൾ കലോത്സവ നഗരിയിൽ നിന്നും കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിറഞ്ഞ സദസ്സാണ് എല്ലാ വേദികളിലും ഉള്ളത്. കലകളെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന കലകളുടെ ഒരു സംഗമഭൂമി എന്ന് വേണമെങ്കിൽ കരുതാവുന്ന ഇരിങ്ങാലക്കുട അക്ഷരാർത്ഥത്തിൽ കലോത്സവത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. 36ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പ് ഇന്നലെ വേദിയിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരങ്ങളും അത്യാവേശപൂർവ്വം തന്നെ പുരോഗമിക്കുകയാണ്. മത്സരങ്ങളെല്ലാം തന്നെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ലിബീഷ്, ഇരിങ്ങാലക്കുടയിൽ കൗമാര കലയുടെ കുടമാറ്റം വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിജിത്ത് കല. Allah illallah jalla jalalena hamdan shukranena ya maula maulana. റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി മത്സരാർത്ഥികൾക്ക് സഞ്ചരിക്കുന്നതിനായി 8 വാഹനങ്ങൾ സർവീസ് ആരംഭിച്ചു. മത്സരാർത്ഥികൾക്ക് മറ്റ് സ്റ്റേജുകളിലേക്ക് പോകുന്നതിനും ഭക്ഷണശാലയിലേക്ക് പോകുന്നതിനും തിരിച്ചു വരുന്നതിനുമാണ് വാഹന സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ നിർവഹിച്ചു. ട്രാൻസ്പോർട്ട് കമ്മിറ്റി കൺവീനർ MA ദിൽഷാദ് അധ്യക്ഷനായിരുന്നു. കമ്മിറ്റി അംഗങ്ങളായ NM അമീർ, AK സീനത്ത്, രാജേശ്വരി, ഗഫൂർ, ഫൗസിയ, ഷംസീർ ഷിദ തുടങ്ങിയവർ പങ്കെടുത്തു. കൈപ്പറമ്പിൽ സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം. 16ാം വാർഡ് അംഗവും LDF സ്ഥാനാർത്ഥിയുമായ അഖില പ്രസാദിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. വീടിന് മുന്നിൽ വെച്ചിരുന്ന ചെടിച്ചട്ടികൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും സൈക്കിളും അക്രമികൾ തട്ടിയിട്ടു. സംഭവം അറിഞ്ഞ് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ നടന്ന ആക്രമണത്തിൽ കൈപ്പറമ്പ് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MS ശ്രീജിത്ത് അപലപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന TCVയുടെ ദേശപ്പോരിൽ ഇന്ന് വെങ്കിടങ്ങ് പഞ്ചായത്ത്. കരയും കായലും കോൾപ്പാടങ്ങളും അതിർത്തി പങ്കിടുന്ന പ്രകൃതി സുന്ദരമായ ഗ്രാമമാണ് വെങ്കിടങ്ങ്. കർഷകരും കർഷക തൊഴിലാളികളും ഒത്തൊരുമയോടെ കഴിയുന്ന നാട്. കായൽപ്പരപ്പിലെ ഓളങ്ങൾ ശാന്തമാണെങ്കിലും പലയിടങ്ങളിലും അടിയൊഴുക്കുകൾ ശക്തമാണ്. തദ്ദേശപ്പോരിനെ കളമൊരുങ്ങിയതോടെ നേതാക്കളും പ്രവർത്തകരും ഏറെ ആവേശത്തോടെ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ഭരണം തുടരാൻ LDF അരയും തലയും മുറുക്കി ഇറങ്ങുമ്പോൾ ഒരു കാലത്ത് കുത്തകയാക്കി വെച്ചിരുന്ന പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 3 വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു.
ഈ വാർഡുകളിൽ വിജയമുറപ്പിക്കാനാണ് BJP ശ്രമം. വെങ്കിടങ്ങിൽ 2005 വരെ UDF ഭരണമായിരുന്നു. 2005-ൽ LDF അധികാരത്തിലേറി. 2010-ൽ വീണ്ടും UDF-ന്റെ ഊഴം. പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും LDF-ന്റെ ആധിപത്യം. നിലവിൽ ആകെയുള്ള 17 വാർഡുകളിൽ LDF 10, UDF 7 എന്നിങ്ങനെയാണ് കക്ഷിനില. പുനർവിഭജനത്തിൽ ഒരു വാർഡ് കൂടിയതോടെ ആകെ വാർഡുകളുടെ എണ്ണം 18ആയി. തീരദേശ കിഴക്കൻ മേഖലകളിലെ രൂക്ഷമായ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞതായി ഭരണ നേതൃത്വം അവകാശപ്പെടുന്നു. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ 90% വീടുകളിലും ശുദ്ധജലം എത്തിച്ചു. ലൈഫ് പദ്ധതിയിൽ 250 വീടുകൾ അനുവദിച്ചു. തെരുവ് വിളക്ക് പരിപാലനം മികച്ച രീതിയിൽ നടത്തി. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 2023-24 കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം ലഭിച്ചതും അഭിമാന നേട്ടമായി ഭരണ നേതൃത്വം എടുത്തു പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പഞ്ചായത്ത് റോഡുകളും സ്വകാര്യ റോഡുകളിലും അതുപോലെ തന്നെ നടവഴികളിലും സ്ട്രീറ്റ് മാൻ വലിക്കുകയും പോസ്റ്റുകൾ ഇല്ലാത്ത സ്ഥലത്ത് പോസ്റ്റ് ഇട്ടും ഒരു വെളിച്ച വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ശുദ്ധജല പൈപ്പുകൾ സ്ഥാപിക്കാനായി വെട്ടിപ്പൊളിച്ച റോഡുകൾ വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിലെ കളിസ്ഥലം നവീകരണം എങ്ങും എത്തിയില്ല. ഏനാമാക്കൽ നെഹ്റു പാർക്കിനോട് അവഗണന കാണിച്ചു. ശുചിമുറികളും സാംസ്കാരിക നിലയവും പൊതുജനത്തിന് തുറന്നു നൽകുന്നില്ല. ഇങ്ങനെ നീളുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ. ഈ 10 വർഷം എന്ന് പറയുമ്പോൾ ഒരു 20 വർഷം പഞ്ചായത്തിന് പുറകോട്ട് കൊണ്ടുപോകുക എന്നല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയതോടെ വെങ്കിടങ്ങിൽ തദ്ദേശ പോരിന്റെ വീറും വാശിയും ഏറുകയാണ്. കണക്കുകൂട്ടലുകളും പ്രവചനങ്ങളും ആരുടേതാണ് ശരിയാകുക എന്നറിയാൻ, വെങ്കിടങ്ങിൽ ആര് വിജയകിരീടം ചൂടുമെന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടതുണ്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായി തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിനുള്ള ശ്രമം തടഞ്ഞ് ബാങ്ക് മാനേജറുടെ ഇടപെടൽ. 11 ലക്ഷം രൂപ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഉടൻ അയക്കണമെന്നാവശ്യപ്പെട്ടാണ് മൂത്രത്തിക്കര സ്വദേശിയായ 85-കാരൻ പറപ്പൂക്കര CSB ബാങ്കിലെത്തിയത്. പരാതിക്കാരന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മാനേജർ ആൻമരിയ ജോസ് കൂടുതൽ വിവരം തിരക്കിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. 2 ഫോൺ നമ്പറുകളിൽ നിന്ന് മാറി മാറി വയോധികന് വീഡിയോ കോളുകൾ വന്നിരുന്നു. സാമ്പത്തിക ക്രമക്കേട് കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ ബാങ്ക് അക്കൗണ്ടിലെ പണം അയച്ചു നൽകണമെന്ന് തട്ടിപ്പുകാർ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ബാങ്ക് മാനേജർ തൃശൂർ റൂറൽ സൈബർ പോലീസിൽ വിവരം അറിയിച്ചു. നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് വയോധികനെ തിരിച്ചയച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ LDF പ്രകടന പത്രികയുടെ കരട് അവതരിപ്പിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CC വിപിനചന്ദ്രൻ പ്രകടന പത്രികയുടെ കരട് അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, PB ഖൈസ്, KR ജൈത്രൻ, KS കൈസാബ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ ഇറിഗേഷൻ കനാലുകളിലൂടെ വെള്ളം തുറന്നുവിടുന്നതിന് മുന്നോടിയായി കനാലുകൾ വൃത്തിയാക്കുന്ന പണികൾ ആരംഭിച്ചു. മറ്റത്തൂർ ഇറിഗേഷൻ ബ്രാഞ്ച് കനാലിൽ വളർന്നു നിന്ന പാഴ്ചെടികൾ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ നീക്കം ചെയ്തു. കഴിഞ്ഞ വർഷം മറ്റത്തൂർ പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ചാണ് കനാൽ വൃത്തിയാക്കിയത്. എന്നാൽ ഇക്കുറി ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കരാറുകാരാണ് പണി നടത്തിയത്.
കയ്പമംഗലം 6-ാം വാർഡിൽ ആരോഗ്യ ഉപകേന്ദ്രത്തിനായി 5 സെന്റ് സ്ഥലം വിട്ടു നൽകിയ CPI തണൽ ബ്രാഞ്ച് അംഗം ചാണ്ടി ചിറമേലിനെ കുടുംബസംഗമത്തിൽ അനുമോദിച്ചു. ET ടൈസൺ MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. CPI കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി ER ജോഷി അധ്യക്ഷത വഹിച്ചു. MD സുരേഷ്, PK റഹീം, അജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തെക്കുംകര ചെമ്പോട് പ്ലാനി റോഡിന്റെ ശോച്യാവസ്ഥയിൽ 40ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. റോഡ് തകർന്നത് സംബന്ധിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. പരിഹാരമുണ്ടായില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരണമടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് ആലോചന. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേശവിളക്ക് ആഘോഷിച്ചു. കോലാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് താലത്തിന്റെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. പട്ടീൽ റോഡ്, പൊന്നത്ത് പാറ റോഡ്, 6-ാം കല്ല് സെന്റർ ചുറ്റിയാണ് ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ഭക്തർക്കായി പ്രസാദ ഊട്ടും നടന്നു. തൃശൂർ വിമല കോളേജിലെ വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിസ്മയം ഫെസ്റ്റിന് ബുധനാഴ്ച തുടക്കമാകും. വിജ്ഞാൻ സാഗർ സയൻസ് സെന്റർ ഡയറക്ടർ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്യും. ഫെസ്റ്റിൽ ശാസ്ത്ര, കലാ, സിനിമാ പ്രദർശനങ്ങൾ, വിവിധ മത്സരങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. ഫെസ്റ്റ് 21-ന് സമാപിക്കും. ബുധനാഴ്ച നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന 8 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമുണ്ട്. വാർത്താസമ്മേളനത്തിൽ വിസ്മയം കോർഡിനേറ്റർമാരായ ഡോക്ടർ കെ ബിനു, ഡോക്ടർ TP ജിൻസി, P സന്തോഷ് ജോസ്, ഡോക്ടർ ലിജി മാളിയേക്കൽ എന്നിവർ പങ്കെടുത്തു. കേരള സംസ്കൃത അക്കാദമിയുടെ നേതൃത്വത്തിൽ സംസ്കൃത സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഡോക്ടർ വി രാമകൃഷ്ണ ഭട്ട്, ഡോക്ടർ സി രാജേന്ദ്രൻ, ഡോക്ടർ SN മഹേഷ് ബാബു, ഡോക്ടർ VR മുരളീധരൻ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരങ്ങൾ ഈ മാസം 25-ന് പുറനാട്ടുകര സംസ്കൃത സർവകലാശാല കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ KT മാധവൻ, ഡോക്ടർ VK വിജയൻ, ഡോക്ടർ KA രവീന്ദ്രൻ, N രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. SIR നിർത്തിവെക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനാവശ്യ വാശി കാണിക്കരുതെന്നും ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് നേതാക്കൾ ആവശ്യപ്പെട്ടു. പയ്യന്നൂരിലെ BLOയുടെ ആത്മഹത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തിവെച്ച ദുരന്തമാണെന്നും ഇവർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലെ കാട്ടൂർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി വിനീഷ് സുകുമാരൻ മത്സരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KV രതീഷ്, ബഷീർ മുടിക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. ഗ്രാമിന് 160 രൂപ കുറഞ്ഞ് 11,355 രൂപയായി. പവന് 1,280 രൂപയാണ് കുറഞ്ഞത്. 90,690 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. സ്വർണം നിരക്കിലേക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,335 രൂപ, പവന് 90,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നിരാഹാരം തുടർന്ന് വിയ്യൂർ ജയിലിലെ മാവോയിസ്റ്റ് തടവുകാർ. മർദ്ദന പരാതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യം. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശമുയരുന്നു. കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിമതരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നണി നേതൃത്വം. തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം ബസ്സിനടിയിൽ കുടുങ്ങി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ക്ലീനർ മരിച്ചു. മണ്ണുത്തി നെല്ലങ്കരയിൽ ടിപ്പർ ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കൂട്ടാല സ്വദേശി പ്രിൻസ് ആണ് മരിച്ചത്. എറിയാട് ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. മാടവന സ്വദേശി അഭിലാഷാണ് മരിച്ചത്.
കൊമ്പൻ മാവേലിക്കര ഗണപതി ചെരിഞ്ഞു. എരണ്ടക്കെട്ടിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ആന ചെരിഞ്ഞത് ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്ന കൊമ്പൻ. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. ഔപചാരിക ഉദ്ഘാടനം നാളെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.